ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. നമ്മൾ ആത്മീയത, ആത്മീയ മുന്നേറ്റം, സ്പിരിച്വാലിറ്റി, കുണ്ടലിനി ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? നമ്മൾ ഏത് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലാണോ, നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലാണെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, പിന്നെ ഇനി ഇത് ഭ്രാന്താണോ, ഇങ്ങനെ വരെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ഇതിനി എന്തെങ്കിലും സയൻസ് ഉണ്ടോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ? ഞാൻ പഠിച്ചതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്താണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ നമ്മൾ ഈ ലോകം, ബന്ധങ്ങൾ, നാട്ടുകാർ, റിലേറ്റീവ്സ് ഇങ്ങനെ കുറേ ഒരു മായയിൽ മുഴുകി കിടന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെന്ന വ്യക്തിത്വത്തെ മറന്ന് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ കുറേ കാട്ടിക്കൂട്ടലൊക്കെ നടത്തി ജീവിച്ചു കൊണ്ടിരുന്നെങ്കിൽ, എപ്പോൾ നമ്മൾ ഈ സ്പിരിച്വൽ അവേക്കനിങ് നമുക്ക് തുടങ്ങുന്നോ അതിനുശേഷം എല്ലാം മാറാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടേ മാറാൻ തുടങ്ങും. ഈ ലോകത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ പാടെ മാറിപ്പോവും. ഈ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സിംറ്റംസിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ള സയൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സയൻസ് എല്ലാം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലാണെന്നും ഒരു നല്ലൊരു മുന്നേറ്റ പാതയെ നോക്കി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അർത്ഥം. ഈ സ്പിരിച്വൽ അവേക്കനിങ് തുടങ്ങുന്ന സമയത്ത് അത് ശരിക്കും നമ്മൾ ഒന്ന് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് വേറെ രീതിയിൽ പോകും. കാരണം നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഫസ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ആകുന്നത്. അതിനെ നമ്മൾ ശരിക്കും ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കൂടെയുള്ളവർ അതിനെ ഒരു ഭ്രാന്തായിട്ട് ചിത്രീകരിക്കും. ഞാനിത് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലർ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി. എന്നാൽ കൂടെയുള്ളവർക്ക് അതറിയാൻ പറ്റില്ല. അവരത് ഭ്രാന്തായിട്ട് ചിത്രീകരിക്കും. സോ അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ പറയാൻ പോകുന്ന ശക്തി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ട്. എന്നാൽ അത് അവിടെ ചുരുങ്ങിക്കിടക്കും. അതാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. ആ കുണ്ടലിനി ശക്തി പ്രാപിക്കുമ്പോൾ അതിങ്ങനെ മുകളിലോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഫസ്റ്റ് സൈൻ എന്താന്ന് വെച്ചാൽ ഫീലിങ്സ്. അതായത് നമ്മുടെ ഫീലിങ്സ് ഇങ്ങനെ ശക്തമായിട്ട് വരാൻ തുടങ്ങും. അത് സന്തോഷമായാലും സങ്കടമായാലും വളരെ ശക്തമായിട്ട് വരും. നേരത്തെ അല്ല, നമ്മൾ നെഗറ്റീവ്സിൽ കുറേ ഇരുന്നാലും നമ്മൾ പോലും അതറിയില്ല. ആ നെഗറ്റീവ്സിൽ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും, ഏതോ ഒരു മായയിൽ മുഴുകിയതുപോലെ. പക്ഷേ എപ്പോൾ ഇത് സ്റ്റാർട്ടാകുന്നോ അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ ശക്തമായിട്ട് പുഷ് ചെയ്തുകൊണ്ട് വരും. നമ്മുടെ പാസ്റ്റിലൊക്കെ നടന്ന കാര്യങ്ങൾ, അങ്ങനെ ഞാൻ ചെയ്തല്ലോ, അങ്ങനെ പറ്റിപ്പോയല്ലോ, അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു, എന്തിങ്ങനെ സംഭവിച്ചു, മറ്റുള്ളവർ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു, ഇങ്ങനെ കുറേ നെഗറ്റീവ്സ് ഇങ്ങനെ നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. എന്നാൽ അത് ഭ്രാന്തല്ല. പക്ഷേ നമ്മൾ നേരത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ അത് തിരിഞ്ഞു നോക്കില്ല, നമ്മളടുത്ത് നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മുടെ മൈൻഡും നമ്മളും തമ്മിലൊരു കോൺവെർസേഷനും ഒരു ഫൈറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുക. അതാണ് നമുക്കൊരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നത്. കാരണം നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമുക്കുള്ളിൽ നമ്മൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എൻ്റെ മൈൻഡ് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം, ഞാൻ എന്താണ് വേണ്ടത്, ഇങ്ങനെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും നമുക്കുള്ളിൽ. നമ്മുടെ മൈൻഡിനെ നമ്മൾ പഠിക്കാനും റിയലൈസ് ചെയ്യാനും തുടങ്ങും. ആ എനർജീസിനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കത് പോസിറ്റീവിലേക്ക് മാറ്റാനും അതിനുള്ള റെമഡീസ് എന്താണ്, അതിന് ഞാൻ എന്താണ് വേണ്ടത്, ഇങ്ങനെ കുറെ സെർച്ച് ചെയ്യാനും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാനും പ്രാവർത്തികമാക്കാനും തുടങ്ങും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ തെറ്റ് ചെയ്തതിനെ ഓർത്ത് കരഞ്ഞിരുന്നുവെങ്കിൽ ഇനി നമ്മൾ അതിനെല്ലാം ഒരു പാഠമായി എടുത്ത് ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ മുന്നേറിപ്പോവാൻ തയ്യാറാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതുവരെ നമ്മുടെ ജീവിതം ഇങ്ങനെയാവാൻ അവരാണ് കാരണം, ഇവരാണ് കാരണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിന് ശേഷം ഇതെല്ലാം ഞാൻ പഠിക്കേണ്ട ഒരു ലെസൺ ആണെന്നും എൻ്റെ പോയ ജന്മത്തിലെ കർമ്മയാണ് ഇവിടെ തീരുന്നതെന്നുള്ളതൊക്കെ പാഠങ്ങൾ നമ്മൾ പഠിച്ച് മുന്നേറിപ്പോകും. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ ജീവിതത്തെ കണ്ട കാഴ്ചപ്പാടും ഇതിന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ചപ്പാടും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളും നമ്മുടെ ജീവിതവും മാറുന്നത് നമ്മൾ തിരിച്ചറിയും. ഇതുവരെ ദുഃഖങ്ങളായിരുന്നതെല്ലാം ഇനി അതിനുശേഷം നമ്മുടെ അനുഭവങ്ങളായിട്ട് മാറും. ഇതാണ് ജീവിതം, ആളുകൾ ഇങ്ങനെയാണ്. എന്നാൽ നമ്മൾ വളരെ ശാന്തമായിട്ടും കൂളായിട്ടും നമ്മൾ മുന്നേറി പോകേണ്ടതാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. സോ അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖവും പ്രശ്നവും ഇനി വരില്ലെന്നല്ല, എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ അതിനെല്ലാം നമ്മൾ ശരിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം, ആ കടുത്ത പ്രശ്നങ്ങളെല്ലാം നമ്മളെ ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിന് കൊണ്ടുവരാനുള്ള ഒരു വിത്തായിരുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. നമ്പർ 3, ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ്. അതായത് നമ്മളൊരു കുംഭകർണന്റെ ഉറക്കം ഉറങ്ങിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ
2 മണി 3 മണി 4 മണി ഈ സമയത്തല്ല നമ്മൾ ഫ്രഷ് ആയിട്ട് എണീക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്നതിന് മുമ്പ് ഇതുപോലെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്ക് എണീക്കുമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ കരുതിയത് എന്താണ് ഇങ്ങനെ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ബലബന്ധമായി അടുത്ത് വീണ്ടും കിടന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്ത് പിന്നെ ഒരു രാവിലെ ആകുമ്പോൾ കുറച്ച് ഉറങ്ങിയിട്ട് ടയേർഡായി എണീക്കും. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നപ്പോൾ ഞാൻ പിന്നെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് കിടക്കാം, അയ്യോ ഈശ്വര ഞാൻ ഇനി 3 മണിക്ക് എണീക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമായിരുന്നു. സോ ഇങ്ങനെയുള്ള അനുഭവം ഉള്ളവരെല്ലാം കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്തുക. കാരണം ആ സമയം നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള പീക്ക് ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ എണീക്കുകയാണെങ്കിൽ എണീറ്റിരുന്ന് നിങ്ങൾ ഒരു 10 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഒന്ന് ശാന്തമായിട്ടിരിക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ആ സമയത്തെല്ലാം ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റീച്ച്. കാരണം അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഈ പ്രപഞ്ചമൊക്കെ ഉണർന്നിരിക്കുന്ന സമയമാണ്. എന്ത് കൊടുത്താലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റീച്ച് ആവും. അത് മാത്രമല്ല നമ്മളൊരു 5 മിനിറ്റ്സ് അങ്ങനെ കുറച്ച് ശാന്തമായിട്ടിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഇമോഷൻസിനെയെല്ലാം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറാനും ഒക്കെ നമ്മളിങ്ങനെ എണീറ്റ് 5 മിനിറ്റ്സ് ശാന്തമായിട്ടിരിക്കുന്നത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. മൊത്തത്തിൽ ലൈഫ് സൂപ്പറാവും. നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫുഡ്. നമ്മുടെ ഡയറ്റ് വളരെ ചേഞ്ച് ആവാൻ തുടങ്ങും. അതുവരെ നമ്മൾ ഒത്തിരി നോൺ വെജ് ഒക്കെ കഴിച്ച് വളരെ ഓവർ ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ അതെല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാൻ തുടങ്ങും. അതായത് നോൺ വെജൊക്കെ നമ്മൾ കുറയ്ക്കാൻ തുടങ്ങും. അതുപോലെ ഓവർ ഈറ്റിംഗ് എല്ലാം നമ്മൾ കുറയ്ക്കാൻ തുടങ്ങും. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ നമ്മുടെ ശരീരം അതിനു വേണ്ടി പ്രിപ്പയർ ആയി നമ്മൾ അതിനു വേണ്ടി പുഷ് ചെയ്യും. നമ്മുടെ ഇൻഡ്യൂഷൻ അത് വന്ന് നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ അത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ഫുഡ് വേണം നമ്മൾ കഴിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ഇൻഡ്യൂഷൻ തന്നെ വന്ന് പറയും. ഈ ഫുഡ് എടുക്കുക ആ ഫുഡ് എടുക്കുന്നതൊക്കെ നമ്മുടെ അടുത്ത് തന്നെ വന്ന് പറയും. പിന്നെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എല്ലാം ഒത്തിരി കുറച്ച് മധുരമൊന്നും ഇഷ്ടമില്ലാത്ത വ്യക്തികളാണെങ്കിൽ പക്ഷേ പിന്നീട് നമ്മൾ മധുരം ഇഷ്ടപ്പെടാൻ തുടങ്ങും. കുറച്ചെങ്കിലും മധുരം കിട്ടിയെങ്കിലെന്ന് നമുക്കൊരു ആഗ്രഹം തോന്നാൻ തുടങ്ങും. മൊത്തത്തിൽ ഡയറ്റ് ചേഞ്ച് ആവും. അടുത്ത് 5ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സെൽഫ് റിയലൈസേഷൻ. ഇതുവരെ നമ്മൾ എന്തോ ഒരു ജീവിതം എങ്ങനെയോ ജീവിച്ചുകൊണ്ടിരുന്ന ആരോ എന്തോ എങ്ങനെയോ പോകുന്നു അങ്ങനെ ഒരു ജീവിതമായിരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മളെ തന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ലൈഫ് എന്താണ് ഒരു അർത്ഥവും ഇല്ലാതിരിക്കുന്നത്, എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്, ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കാൻ തുടങ്ങും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫ് പർപ്പസിനെ കുറിച്ച് ഞാൻ ഒരാഴ്ച ചോദിച്ചിരുന്നു. എന്നിട്ട് ഒരാഴ്ച ആയപ്പോൾ എനിക്ക് ധ്യാനത്തിലൂടെ അതിൻ്റെ ഒരു കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരിക. ഇതുപോലെ നമ്മൾ സ്വയം ചോദിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ നേരത്തെ എല്ലാം പാസ്റ്റിനെ കുറിച്ച് ഒത്തിരി ചിന്തിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും വേവലാതിപ്പെട്ട് ദുഃഖിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പ്രസന്റിൽ ജീവിക്കാൻ തുടങ്ങും. 6ാമത്തെ സ്റ്റെപ്പ് നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അതായത് ഇതുവരെ നമ്മളുണ്ട് നമ്മളെ പാടുണ്ടെന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്ന് ആരെങ്കിലും വന്ന് ഒരാളുടെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട് ആ വ്യക്തി ചെയ്തു, ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്താണ്, ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതുമാത്രമല്ല നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ പോലും ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓടിപ്പോവും ആരാണെന്ന് അറിയില്ലെങ്കിലും. അതിപ്പോൾ വ്യക്തികൾ മാത്രമല്ല, ഒരു ജീവജാലങ്ങൾ എന്തെങ്കിലും ജീവജാലങ്ങൾ വന്ന് നമ്മളെ ഒരു ഫുഡിന് എന്തെങ്കിലും കരഞ്ഞിട്ട് വന്നാൽ കൂടെ നമുക്കത് കൊടുത്തില്ലെങ്കിൽ അത് സഹിക്കാൻ പറ്റാതെ അങ്ങനെ ഒരു ഫീലിങ്സ് നമുക്ക് വരാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖം പോലെ, അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും. ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ ദുഃഖത്തിൽ എല്ലാവരും സിമ്പതി അതൊക്കെ വരും. പക്ഷേ സന്തോഷത്തിൽ നമ്മൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങും, എൻജോയ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഫസ്റ്റ് എല്ലാം നമുക്ക് അവർക്ക് എന്താ ഇങ്ങനെ നടക്കുന്നത്, ഇവർക്ക് എന്താ ഇങ്ങനെ നടക്കുന്നത്, ലോകത്തിൽ കുറെ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ വേവലാതിപ്പെടും ഫസ്റ്റ്. പിന്നെയൊക്കെ നമ്മൾ അതും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. കാരണം ഇത് ലോകം ഇങ്ങനെയാണ്, ഓരോരുത്തരുടെ കർമ്മ പോലെയും അവരവരുടെ ലെസൺസ് കുറേ പഠിക്കാനുള്ളതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അതും നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കും. പക്ഷേ അതേസമയം നമുക്ക് ആ ഒരു ഫീലിങ്സ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഫീലിങ്സ് നമുക്ക് ഇരിക്കും. നമ്പർ 7, നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് വളരെ കണക്റ്റഡ് ആവും. നേരത്തെ ഞാനെല്ലാം ഒരു 5 to 10 മിനിറ്റ്സ് പോലും ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ കണക്റ്റ് ആയി ഇരുന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ 1 അവറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കണക്റ്റഡ് ആയി അതിൽ ലയിച്ചിരിക്കാൻ കഴിയുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ മാറും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രകൃതിയിലൊക്കെ ലയിച്ചിറങ്ങി കുറെ വീഡിയോ എടുത്ത് സ്റ്റേറ്റസ് അതല്ല നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആയി ലയിച്ചിരിക്കും. വീടിനുള്ളിൽ അടഞ്ഞിരിക്കാൻ ഇഷ്ടമില്ലായിരിക്കും. ഒരു ചായ കുടിച്ചാൽ പോലും നമ്മൾ ഈ പ്രകൃതിയിൽ ഒന്ന് നോക്കി രസിച്ച് അങ്ങനെയൊക്കെ കുടിക്കാനായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുക. 8ാമത്തെ സ്റ്റെപ്പ്, ഇവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് റിലേറ്റീവ്സ് നാട്ടുകാർ അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ശരിയായിട്ടുള്ളത് എന്താണോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് കുറെ ആൾക്കാർ പടി ഇറങ്ങാൻ തുടങ്ങും. കാരണം അവർക്ക് വേണ്ടത് നമ്മുടെ ആ പഴയ നമ്മളെയാണ്. ആ നെഗറ്റീവ്സും ഗോസിപ്സ് അതിലെല്ലാം അവരെ കൂടെ സപ്പോർട്ട് നിൽക്കുന്ന അങ്ങനെ പറയുന്ന ആ വ്യക്തികളെയാണ് അവർക്ക് വേണ്ടത്. എന്നാൽ ഇപ്പോഴുള്ള ഈ വ്യക്തിയെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷം നമ്മുടെ ലൈഫിൽ പുതിയ വ്യക്തികൾ, പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ വരാൻ തുടങ്ങും. മാത്രമല്ല നമ്മുടെ ഇൻറ്റ്യൂഷൻ വളരെ ശക്തമായി വന്ന് നമുക്ക് എന്താണ് വേണ്ടത്, ആരെയാണ് നമ്മൾ അടുപ്പിക്കേണ്ടത്, ആരെ വേണ്ട, ഇങ്ങനെയൊക്കെ കുറേ ആൻസേഴ്സ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ഇങ്ങനെയെന്ന്. അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. നമ്പർ 9, പണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പല തെറ്റാണെന്നും ഒക്കെ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെറും അനുഭവങ്ങളായിട്ടും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോട് പോലും നമ്മൾ അവരോട് മാപ്പ് ചോദിച്ച് അവരെ ഫർഗീവ് ചെയ്ത് നമ്മൾ വളരെ കൂളായിട്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. നമ്മളെല്ലാവരോടും പുറത്തു കൊടുത്തിരിക്കും. നമ്പർ 10, ഹെൽപ്പിംഗ് മെന്റാലിറ്റി. അതുവരെ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ച നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആരെന്ന് പോലും അറിയാത്ത വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. അതും ഒന്നും പ്രതീക്ഷിക്കാതെ അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കാൻ തുടങ്ങും. നേരത്തെയൊക്കെ നമുക്കിഷ്ടമുള്ളവർക്ക് ചെയ്യുന്നതാണ് ഹെൽപ്പിംഗ് എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ആരെന്ന് പോലും അറിയാത്തവരെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവർ സന്തോഷിക്കുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കും. എന്നാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ പേരെടുക്കാനോ ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ അല്ലെങ്കിൽ ആ കുണ്ടലിനി ശക്തി ഉണരുമ്പോഴുള്ള സയൻസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സയൻസ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ കമൻസിൽ വന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.